നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. റിസൾട്ട് വന്ന് ഇന്ന് 11ാം ദിവസമാണ്. ആൻറ്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി, പക്ഷെ ഉണ്ടായില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ചർച്ചകൾ പൂർത്തിയായി എന്ന് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ഭരണത്തിലേറാൻ കഴിയാത്തതിൽ പരക്കെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ ഇത് നീണ്ടു പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ പറഞ്ഞത് 23ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നാണ്. അത്തരത്തിൽ നീളുകയാണെങ്കിൽ ഗവർണറുടെ ഇടപെടലുണ്ടാകും. ഇപ്പോൾ തന്നെ ഭരണസ്തംഭനം സംഭവിച്ചിരിക്കുകയാണ്. പല വകുപ്പുകളിലും ഇപ്പോൾ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. പല വകുപ്പുകളിലും ഒരു ഭരണമില്ലാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയാണ്. ഇത്രയും നിരുത്തരവാദപരമായി അവർ പെരുമാറുമ്പോൾ തീർത്തും രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നത് ചോദ്യം. എന്തായാലും സമ്മർദ്ദമേറെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തർക്കമുണ്ടാവുകയാണ്, അടുത്ത ആഴ്ചയിലേക്ക് കാര്യങ്ങൾ നീളുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിടും. ഗവർണർ തീരുമാനം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ വിജയിനെ പലവട്ടം പറഞ്ഞുവിട്ട ആർലേക്കറെ സംബന്ധിച്ച് മുന്നും നോക്കാനില്ല അദ്ദേഹത്തിന്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്താൽ പിന്നെ എല്ലാം വെറുതെയാകും. ഇത്രയും വിജയം നേടിയതൊക്കെ വെറുതെയാകും. 3 പേരുടെ പിടിവാശിയിൽ UDF നേടിയ വിജയം അപ്രസക്തമായി പോകും. നീണ്ട 10 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നുണ്ടാകണം എന്ന് തന്നെയാണ് കരുതുന്നത്. UDF കക്ഷി നേതാക്കൾ പിന്തുണ നൽകുന്ന പാർട്ടി നേതാക്കളുടെ കത്തുമായി ഗവർണറെ കാണും. ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലായിരിക്കും യോഗം. ഇതിനു പിന്നാലെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ സത്യപ്രതിജ്ഞയുണ്ടാകും. എല്ലാ MLA-മാരോടും രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്താൻ KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഘടകകക്ഷി MLA-മാരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനായി ലീഗ് നേതൃത്വം ഇന്ന് വീണ്ടും യോഗം ചേരുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷമാകും യോഗം. പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ വെച്ചാണ് യോഗം. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. PJ ജോസഫും രാവിലെ തിരുവനന്തപുരത്തെത്തും. കേരള കോൺഗ്രസ് MLA-മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് യോഗം ചേരുന്നത്. അതേസമയം വടക്കൻ ജില്ലകളിൽ നിന്ന് നേതാക്കൾക്ക് രാവിലെ തിരുവനന്തപുരത്ത് എത്തേണ്ട ബുദ്ധിമുട്ട് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. അതിനാൽ കോൺഗ്രസ് MLA-മാരുടെ യോഗം ഉച്ചയ്ക്ക് 1 മണിയോടെയാകും നടക്കുക. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ തീരുമാനം മുദ്രവെച്ച കവറിൽ ദീപാദാസ് മുൻഷിക്ക് കൈമാറാനാണ് സാധ്യത. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായെന്നും പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നും AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 നേതാക്കളെയും ഉൾക്കൊണ്ടുള്ള ഫോർമുലയാകും ഹൈക്കമാൻഡ് അവതരിപ്പിക്കുക. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 10ാം നാളായിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാത്തതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ഘടകകക്ഷികളുടെ പ്രതിഷേധം സ്വാഭാവികമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പ്രഖ്യാപനം നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെയെന്നും സുധീരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ചെറിയൊരു പ്രയാസം ആളുകൾക്കുണ്ട്. അതൊരു വസ്തുതയാണ്. സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും ജനമനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നിർണായകമായ രാഹുൽ ഖർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി ആര് എന്നതിൽ അവസാന നിമിഷവും സസ്പെൻസ് തുടരുകയാണ്. തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഹൈക്കമാൻഡ് നേതൃത്വം സംസാരിക്കും. 3 പേരെയും വിശ്വാസത്തിലെടുത്താകും നീക്കം. ഘടകകക്ഷി നേതാക്കളെ തീരുമാനം അറിയിച്ചേക്കും. തീരുമാനം പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത പരിഗണിച്ചാണ് പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റിയത്. KC വേണുഗോപാൽ ഒഴിവാക്കിയാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ച MLA-മാർ പ്രതിഷേധിക്കാനിടയുണ്ട്. VD സതീശനെ പരിഗണിച്ചില്ലെങ്കിൽ വീട്ടിൽ തടിച്ചുകൂടിയവരുൾപ്പെടെ പ്രതിഷേധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ നിയമസഭാ കക്ഷി യോഗത്തിന് തൊട്ടു മുൻപ് ഇത് പ്രഖ്യാപിക്കാനാണ്
നീക്കം. ഒറ്റപ്പേരിലേക്ക് എത്തിയതായുള്ള സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് AK ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും ഹൈക്കമാൻഡ് ചർച്ചയിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു ഇരുവരുടെയും വിശദീകരണം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വത്തിനിടെ വിഷയത്തിൽ ആന്റണിയുടെ അഭിപ്രായം തേടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയെന്ന് AK ആന്റണി സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല, പൊതു സാഹചര്യം മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്നും കൊടിക്കുന്നിൽ സുരേഷും പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന നിലപാടാണ് അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF കൺവീനർ അടൂർ പ്രകാശിനെയും രാഹുൽ ഗാന്ധി വിളിച്ചുവെന്നാണ് വിവരം. എന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയോടെ പ്രവർത്തകർ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് KPCC ആസ്ഥാനത്തൊക്കെ പ്രവർത്തകർ തടിച്ചുകൂടി. ഒടുവിൽ നിരാശയായിരുന്നു ഫലം. ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് 11ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുറുമുറുപ്പുകൾ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയെയും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വന്നതോടെ സംസ്ഥാന അക്ഷരാർത്ഥത്തിൽ ഭരണസ്തംഭനത്തിലാണ്. കേരളത്തിനൊപ്പം ഫലം വന്ന എല്ലാ സംസ്ഥാനങ്ങളും പുതിയ സർക്കാരുകൾ ഭരണം തുടങ്ങി. അവർ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. എന്തിന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് പിടിച്ചിരുന്ന മമതാ ബാനർജിയുടെ സംസ്ഥാനത്ത് പോലും അവിടെ മുഖ്യമന്ത്രിയായി ഭരണം തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്തും ജനങ്ങൾ നേതാക്കളെ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ സഖ്യകക്ഷികൾ അടക്കം സഹികെട്ട അവസ്ഥയിലാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയില്ല, നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് കേരളം. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു. ഇതിനിടയിൽ കൂടി ഇവിടെ ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി കോൺഗ്രസ് ആണെന്ന് നേരത്തെ ധാരണയുള്ളതല്ലേ എന്നുമായിരുന്നു സുകുമാരൻ നായർ ചോദിച്ചു. മാധ്യമപ്രവർത്തകരോടായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾ എന്തിനിടപെട്ടു? അവരുടെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കിയത്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിനടക്കം എന്ത് കാര്യമാണുള്ളത്? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണിതെന്നും ആര് വന്നാലും സ്വീകരിക്കാൻ ഘടകകക്ഷികൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് അവഗണിക്കേണ്ട ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം തേടി. ലീഗ് അടക്കം എന്തൊക്കെയോ മുന്നിൽ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ആരെയും പിന്താങ്ങണമെന്നോ എതിർക്കണമെന്നോ എന്നതിൽ ഘടകകക്ഷികൾക്ക് എന്ത് കാര്യം? ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ഫ്ലെക്സ്, പോസ്റ്റർ പ്രകടനമല്ല ഇപ്പോഴും നടക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികളും ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ 30 സീറ്റ് UDFന് കുറയും. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഈ വികാരം ഉണ്ടാകും. 102 സീറ്റിന്റെ മേന്മ നശിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു ഭരണമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നം, ഇതെല്ലാം പരിഹരിക്കാൻ ആളില്ല. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.